അതായത് നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സ്റ്റാച്യൂലുള്ള നാരായണ ഭവൻ എന്നുള്ളൊരു ഹോട്ടലിലാണ്. നമുക്ക് അവരോട് ചോദിക്കാം എത്തരത്തിലാണ് ഈ ഗ്യാസ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്തൊരവസ്ഥ ഈ ഹോട്ടലുകളെ അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകളെ അവിടുത്തെ തൊഴിലാളികളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത്. കാരണം ഹോട്ടലിൻ്റെ ഉടമയാണ് നമ്മോടൊപ്പം ഉള്ളത്. ചേട്ടാ, ഒരു ദിവസം ഇവിടെ എത്ര സിലിണ്ടറുകളാണ് ഉപയോഗിക്കാറ്? ഞങ്ങൾക്ക് 3 സിലിണ്ടർ പെർ ഡേ, നമുക്ക് 3 സിലിണ്ടറാണ് വേണ്ടുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ടോ സിലിണ്ടറുകളും കാര്യങ്ങളൊക്കെ? ഇതിപ്പോൾ 4 ദിവസം മുമ്പ് വരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. സ്ഥിതി മോശമായിട്ട് വന്നത്. പക്ഷേ ഇന്ന് ഒരു സിലിണ്ടർ ഇല്ല. ആൾറെഡി ഇന്നലെ ഇവർ കൊണ്ടുവച്ച സിലിണ്ടർ വെച്ചാണ് ഇന്ന് ഞങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്. നാളെ നമുക്ക് തുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ നിമിഷം വരെ നമുക്ക് ഉറപ്പായിട്ടില്ല. കാരണം നമുക്ക് വെള്ളമില്ലെങ്കിൽ കട ഓടിക്കാൻ പറ്റും, കറണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയും കൊണ്ടുപോകാൻ പറ്റും, സ്റ്റാഫ് ഇല്ലെങ്കിൽ എനിക്ക് കയറി ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കട അടച്ചിടേ എന്നുള്ള ആഹ്വാനം വളരെ രൂക്ഷമായില്ലേ കേരളത്തിലെ ഹോട്ടലുകളായാലും മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പം നമ്മൾ നോട്ട് നിരോധനം വന്നപ്പോൾ പിടിച്ചു നിന്നു, മദ്യ നിരോധനം വന്നപ്പോൾ പിടിച്ചു നിന്നു, കോവിഡ് വന്നപ്പോഴും നമ്മൾ പിടിച്ചു നിന്നു, ഈ സ്മാർട്ട് സിറ്റി വന്നിട്ട് റോഡ് കുഴിച്ചിട്ടപ്പോൾ പോലും നമ്മൾ പിടിച്ചു നിന്നു. പക്ഷേ പക്ഷേ നമുക്ക് ഒരു രീതിയിലും, കാരണം നമ്മൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ ശ്വാസം പോലെയാണ് ഒരു ഹോട്ടലിന് ഗ്യാസ്. നമുക്ക് പറ്റില്ല. നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആൾറെഡി ഒന്നും സെറ്റപ്പ് ഒന്നും എങ്ങനെയെങ്കിലും കൊണ്ടുപോകാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. വിലക്കയറ്റം എങ്ങനെയാണ് ബാധിക്കുന്നത്? അതിൻ്റെ കൂട്ടത്തിൽ വിലക്കയറ്റമുണ്ട്, രൂക്ഷമായ വിലക്കയറ്റമുണ്ട്. ഇപ്പോൾ ഇതിനകത്തിപ്പോൾ എല്ലാത്തിനും വില കയറും. വില കുറയാൻ പോകുന്നത് കോഴിക്ക് മാത്രമേ ഉള്ളൂ, കാരണം അവർക്ക് കച്ചവടമില്ലല്ലോ. ഹോട്ടലില്ലെങ്കിൽ എല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് കുറയും. ബാക്കി എല്ലാത്തിനും, ഗ്യാസിന് വരെ ഇരട്ടി വില. എങ്ങനെയെങ്കിലും ഇത്രയും സ്റ്റാഫുകൾ നിൽക്കില്ല, ഇത്രയും കുടുംബങ്ങൾ പോവുകയാണ്. നമുക്ക് കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും സാധനമില്ല. അങ്ങനെയാണ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.